ഹലോ, ഒരു അടിപൊളി മീൻകറി ഉണ്ടല്ലോ. മാങ്ങയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറി. എന്തിന്റെ കൂടെ കഴിക്കട്ടെ, എത്രത്ത് കൂട്ടിയാലും നമുക്ക് മതിയാവൂല. അപ്പോൾ അതൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടട്ടെ. ഒന്ന് പൊട്ടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 10-15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു 10 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കോട്ടെ. ഒന്ന് വാടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിലേക്ക് ഇത് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടണം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒന്ന് വാടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു വലിയ സൈസുള്ള തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിയും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അങ്ങ് വാടൊന്നും വേണ്ട. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വാടാൻ തുടങ്ങിയാൽ അതിലേക്ക് ഇതാ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്താണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പെരിഞ്ജീരകത്തിന്റെ പൊടി 1 ടേബിൾ സ്പൂൺ. ഇത്രയും പൊടികൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ പൊടികളെ പച്ചമണം ഒന്ന് മാറട്ടെ. അതിന് ശേഷം ഇതിലേക്ക് ഒരു മാങ്ങ ഫുള്ളായിട്ട് ഞാൻ പച്ചമാങ്ങ അരിഞ്ഞു വെച്ചതാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇതാ ഒരു 1/2 കപ്പ് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു ഇതിൽ കിടന്നിട്ട് മാങ്ങ ഒന്ന് വേവട്ടെ. അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒരു മീഡിയം തീയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണേ. ഇപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉടഞ്ഞു പോകാൻ പാടില്ല. ഇനി അതിലേക്ക് ഇതാ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ മാങ്ങ അതല്ല കറക്റ്റ് പാകത്തിൽ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് ആ ഒരു പുളിയൊക്കെ എല്ലായിടത്തേക്കും ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മീൻ ചേർത്ത് കൊടുക്കുക. ഏത് മീൻ വെച്ചിട്ടും ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇതാ മീൻ കഷ്ണങ്ങളൊക്കെ പെറുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ വേവിക്കാം. ഇപ്പോൾ അത് 5 മിനിറ്റും കൂടെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് പാകത്തിൽ മീനും എല്ലാം വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 1.5 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ എടുത്ത് വെച്ചതാണ്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലെല്ലാം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തിള ഒന്ന് വരട്ടെ കേട്ടോ. സൈഡിൽ നിന്നൊക്കെ തിളയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി, ഒരുപാട് അങ്ങ് തിളപ്പിക്കേണ്ട. അപ്പോൾ നമ്മളെ പാല് പിരിഞ്ഞു പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യുക. ഇനി ആ ചട്ടീൻ്റെ ചൂട് കിടന്നിട്ട് നന്നായിട്ട് ഇത് കുറുകി വന്നോളും. അടിപൊളി ടേസ്റ്റിയാണ്, പറയാൻ വാക്കുകളില്ല കേട്ടോ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറിയാണ്. ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പത്തിരിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്നതാണ്. സൂപ്പർ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. ഇതേപോലുള്ള ഒരുപാട് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികൾ എൻ്റെ ചാനലിലുണ്ട്. ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കണേ.